ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു ഒരു വിക്ടിമൈസേഷൻ, ഇരവാദം മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ബംഗ്ലാദേശിൻ്റെ ഒരു കാര്യത്തിൽ ഇന്ത്യ ഇടപെട്ടിരുന്നത് തീർത്തും വൈകാരികമായാണ്. നമുക്ക് ഒരുപാട് കൾച്ചറലായും അല്ലാതെയും ഒരുപാട് ബന്ധമുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും വലിയ സാമ്പത്തികമായി വലിയ പ്രശ്നം നിലനിന്നിരുന്ന രണ്ട് രാജ്യങ്ങളാണ്. അവിടെ ഇന്ത്യയുടെ കൃത്യമായ ഇടപെടൽ മൂലം ബംഗ്ലാദേശ് വ്യാവസായികമായും സാമ്പത്തികമായും ഒക്കെ ഉയർന്നു വരുന്ന ഒരു സ്ഥിതിയിലാണ് അവിടെ ഇത്തരത്തിൽ വലിയൊരു ചുവടുമാറ്റം ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നോക്കൂ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകുകയാണ്. അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ മുഴുവൻ തകർന്ന് തരിപ്പണമാകുകയാണ്. പക്ഷേ അവിടെ കലാപത്തിന് വൻതോതിൽ പുറത്തുനിന്ന് ഫണ്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ അതിർത്തികളിലെല്ലാം ഈ ബംഗ്ലാദേശിന്റെ ഡ്രോൺ നിരീക്ഷണവും അതുപോലെ ബംഗ്ലാദേശ് സൈന്യത്തെ വിന്യസിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകുന്നുണ്ട്. കൊൽക്കത്തയ്ക്കെതിരെ കൽക്കട്ട ഞങ്ങൾക്ക് പിടിക്കാൻ വെറും 4 മണിക്കൂർ മാത്രം മതിയെന്ന് അവിടുത്തെ മിലിറ്ററി എക്സ് സർവീസ്മെൻ മിലിറ്ററി ഉദ്യോഗസ്ഥരൊക്കെ വലിയ ഭീഷണി പോലെ മുഴക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിയെ അങ്ങേയറ്റം ബാധിക്കുകയാണ്. സാമ്പത്തികമായി ആ രാജ്യം അസ്ഥിരപ്പെട്ട് അങ്ങേയറ്റം ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും അവിടെ ആരാണ് ഇത്തരത്തിൽ ഫണ്ട് ചെയ്യുന്നത്, അത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് എന്നതുപോലും ചർച്ചാവിധേയമാക്കേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ? വളരെ റെലവൻ്റായ ചില ആംഗിൾസാണ് നീലിമ ഇവിടെ സൂചിപ്പിച്ചത്. ഒന്നൊരു ഇക്കണോമിക് ആംഗിളാണ്. ബംഗ്ലാദേശ് ഇന്ന് ഒരു ദരിദ്ര രാഷ്ട്രമല്ല, ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഒരു എക്സ്ട്രീംലി പുവർ ഒരു ഓർഡറിൽ വരുന്ന രാജ്യമല്ല ആയിരുന്നു. പക്ഷേ വിവിധ കാരണങ്ങളാൽ ബംഗ്ലാദേശ് ഒരു പ്രൊഡക്ഷൻ ബേസായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് 2006 ശേഷം ബീഗം ഖാലിദ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ നല്ല ഒന്നാന്തരം പ്രോഗ്രസ്സാണ്. ഒരു പ്രൊഡക്ഷൻ ബേസ്, ഒരു കൺസംഷൻ സ്റ്റേറ്റിൽ നിന്നും ഒരു പ്രൊഡക്ഷൻ ബേസിലേക്കുള്ള ബംഗ്ലാദേശിൻ്റെ വളർച്ച അത് കാണാതെ പോകരുത്. അത് സ്വയം വളർന്നതല്ല, നിർലോഭമായ ഇന്ത്യൻ സഹായം കൊണ്ടാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂട്ട് ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അതുമാത്രമല്ല കോട്ടൺ ക്ലോത്ത്സിൻ്റെ വലിയൊരു സെൻറ്റർ. അപ്പം കോട്ടൺ തുണിക്കെട്ടുകളായിട്ട് മാറ്റുകയും അതുപോലെ വസ്ത്രങ്ങളായിട്ട് റെഡിമെയ്ഡ് ക്ലോത്ത്സ് അമേരിക്കയിലേക്ക് ഉൾപ്പെടെ ഇനി ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ കയറ്റി അയക്കുന്ന ഒരു വളരെ വലിയ ഒരു കയറ്റുമതി വിപണിയാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ്. അതുമാത്രമല്ല ബംഗ്ലാദേശ് ടൂറിസം ഹബ്ബായി പതിയെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഒരുപാട് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി മാറി, അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തു. ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സഹായമുണ്ട്. അതുമാത്രമല്ല കൃഷി രംഗത്ത് പോലും ഇന്ത്യയുടെ സഹായമുണ്ട്. ലോജിസ്റ്റിക്സ്, ഗതാഗത നിയന്ത്രണങ്ങൾ ഇതെല്ലാം തന്നെ ഭാരതവുമായി സഹകരിക്കുന്നു. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ വളർച്ചയിൽ ഒരു നിർണായക പങ്ക്, സാമ്പത്തിക വളർച്ചയിൽ ഒരു നിർണായക പങ്ക് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതൊരു കാര്യം. ഇപ്പോൾ ഭാരതത്തോടൊരു ശത്രുതാ നിലപാട് സ്വീകരിക്കുമ്പോൾ ഭാരതം ബംഗ്ലാദേശുമായുള്ള ആ ഒരു വ്യാപാര ബന്ധമാണ് അവിടെ. ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ എന്ന് ഓർക്കണം. അതുപോലെ ഈ സൗത്ത് ഏഷ്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ബംഗ്ലാദേശാണ്. അപ്പോൾ ആ ഒരു ബന്ധം ഒറ്റയടിക്ക് അറുത്തെറിയാനാവില്ല. ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ ഒരു നീക്കമെന്ന നിലയിൽ, ഒരു സ്ട്രാറ്റജിക് ഒരു സ്ട്രൈക്ക് എന്ന നിലയിൽ, തന്ത്രപ്രധാനമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന നിലയിൽ, അതൊരു ഫിസിക്കൽ മിലിറ്ററി സ്ട്രൈക്കല്ല, ഒരു ഇക്കണോമിക് സ്ട്രൈക്ക് എന്ന നിലയിൽ ബംഗ്ലാദേശിന് നേരെ ചെറിയ ഉപരോധമെങ്കിലും പ്രഖ്യാപിച്ചാൽ പൊടിഞ്ഞ് പപ്പടമായി പോകും ബംഗ്ലാദേശ്. അവിടെയാണ് വലിയ വായിലെ വർത്തമാനം പറയുന്നത്, ഞങ്ങൾക്ക് 4 മണിക്കൂറിനുള്ളിൽ കൽക്കട്ട നഗരം പിടിക്കാൻ ബംഗ്ലാദേശിൽ നിന്നും കടന്നു വരുന്ന പോരാളികൾ കഴിയുമെന്ന് പറഞ്ഞാൽ ആരെയാണ് ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്നത്? ഭാരതത്തിൻ്റെ സൈനിക സംവിധാനത്തോട് ഏറ്റുമുട്ടി കൽക്കട്ട അങ്ങ് ബംഗ്ലാദേശ് മോചിപ്പിക്കുമെന്നുള്ള രീതിയിലാണോ? ഇതൊക്കെ വമ്പ് പറച്ചിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ദേശീയ സുരക്ഷ ഒരു വിഷയമാണ്. അത് ബംഗ്ലാദേശിനെ പേടിയുള്ളതുകൊണ്ടല്ല, മറിച്ച് ദക്ഷിണേഷ്യയിൽ ചൈനയുടെ ആക്ടിവിറ്റി വളരെ വലുതാണ്. സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസിയിലൂടെ ഇന്ത്യയെ ചുറ്റുപാടും നിന്നുകൊണ്ട് തുറമുഖങ്ങളിലേക്ക് പണം പ്രവഹിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലേക്കും പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖത്തിന് വേണ്ടിയും ശ്രീലങ്കയിലെ ഹമ്പൻതോര തുറമുഖത്തിലേക്കും അതുപോലെ മാലദ്വീപിൻ്റെ തീരപ്രദേശത്തേക്കും വലിയ തോതിൽ പണം നിക്ഷേപിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളെ പെർമനൻ്റായി ചൈനീസ് സ്വാധീന വലയത്തിലാക്കുകയാണ്. മിലിറ്ററി പ്രസൻസ് ഉൾപ്പെടെ ചൈനീസ് നേവൽ പ്രസൻസ് ഉൾപ്പെടെ ഈ പ്രദേശങ്ങളിലേക്ക് വിന്യസിക്കപ്പെടുമ്പോൾ ഭാരതം അവിടെ ഞെരുങ്ങുമെന്ന
ചൈനീസ് ചിന്ത. ആ ചിന്തയെ മറികടക്കാൻ തക്ക രീതിയിലുള്ള ഒരു സഹായം അമേരിക്കയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ക്വാഡിൽ അംഗമായിരിക്കുന്നത്. ഈ 4 രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ഇന്ത്യ, അതുപോലെ ജപ്പാൻ, അമേരിക്ക, ഈ 4 രാജ്യങ്ങളടങ്ങുന്ന ചതുർ രാഷ്ട്ര സഖ്യമായ ക്വാഡിലൂടെ അതിനെ നള്ളിഫൈ ചെയ്യുന്നു. അത് നള്ളിഫൈ ചെയ്യുമ്പോഴും ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ കംഫർട്ടബിൾ ആകണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ദേശീയ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ നമ്മൾ നോക്കേണ്ടത് തന്നെയാണ്. ഭാരതത്തിൻ്റെ സുരക്ഷ അമേരിക്ക വന്ന് സഹായിക്കും എന്ന് കരുതി ഇരുന്നിട്ട് ആവശ്യമില്ല. അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ 2 കാര്യങ്ങൾ, ഒന്ന് സാമ്പത്തിക കാര്യം, മറ്റേത് ഈ സുരക്ഷാ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, അത് ഭാരതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, ഇന്ത്യ നമ്മളെങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യ എന്നത് ഇന്നൊരു സാംസ്കാരിക ശക്തിയാണ്. ഭാരതം സ്വതന്ത്രമായി കഴിഞ്ഞതിന് ശേഷം 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇന്ത്യ ഒരു സിവിലൈസേഷണൽ പവറാണ്. ലോകത്തെ ഏറ്റവും വലിയ ഡയസ്പോറ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡയസ്പോറയാണ്. ചൈനീസ് ഡയസ്പോറയേക്കാൾ വിപുലമാണ്, വിസ്തൃതമാണ് ഇന്ത്യൻ ഡയസ്പോറ. അപ്പോൾ ഇന്ത്യയുടെ സാംസ്കാരിക അംശം ലോകത്തെല്ലായിടത്തും പിറന്നു. അതിൻ്റെ ഒരു നല്ല പങ്ക് ബംഗ്ലാദേശിലാണ്. കാരണം അവിഭക്ത ബംഗാളിൻ്റെ 2 ഭാഗങ്ങളാണ്. കിഴക്കൻ ബംഗാളായിരുന്ന ബംഗ്ലാദേശും പടിഞ്ഞാറൻ ബംഗാളായിരുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലുള്ള പശ്ചിമ ബംഗാളും. അവിടെയുള്ള ജനമെന്ന് പറയുന്നത് ഇന്ത്യൻ വംശജരാണ്. ഇന്ത്യൻ ദേശീയതയുമായി ഇഴപിരിയാത്ത ബന്ധമാണുള്ളത്. അപ്പോൾ അത് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളാണെങ്കിലും ബംഗ്ലാദേശിലെ ഹൈന്ദവരാണെങ്കിലും തന്നെ ഈ വിശാല ഇന്ത്യൻ ദേശീയതയുടെ നേരവകാശികൾ തന്നെയാണ്. അങ്ങനെയുള്ള അവകാശികൾക്ക് ഒരു വിഷയം വരുമ്പോൾ മുൻകാലങ്ങളിൽ ഇന്ത്യ ഒരു പരിധിവരെ സംയമനം പാലിച്ചിരുന്നു. ഇന്ത്യ വളർന്നു വരുന്നതേ ഉള്ളൂ. ഇന്ന് കാനഡയിൽ പോലും ഇന്ത്യക്കെതിരെ വരുന്ന ഹർദീപ് സിംഗ് നിജ്ജറിൻ്റെ വധത്തെ തുടർന്നുണ്ടായ ഒരു കാര്യങ്ങൾ. അപ്പം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻവാദികൾ വിദേശ മണ്ണിൽ പോലും പ്രത്യേകിച്ച് കൊല ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ എലിമിനേറ്റഡ് ആകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയും ഇസ്രയേലുമൊക്കെ ഒരു കാലത്ത് ചെയ്തിരുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ഇന്ത്യയുടെ ഓപ്പറേഷൻസ് അജിത് ഡോവൽ നേതൃത്വം നൽകുന്ന ആ ഒരു ചിന്താസരണിക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശിൽ ആ രീതിയിൽ സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ബംഗ്ലാദേശിലെ തീവ്രവാദ താവളങ്ങളിൽ ഇന്ത്യ ബോംബിടണമെന്നൊന്നുമല്ല, അങ്ങനെ താവളങ്ങളുമില്ല. പാകിസ്ഥാൻ്റെ അവസ്ഥയല്ല ബംഗ്ലാദേശിൽ. പാകിസ്ഥാനിൽ ഭീകരരെ ട്രെയിൻ ചെയ്യുന്ന നഴ്സറീസ് ഉണ്ട്, അവിടെ ബോംബ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നമ്മൾ വിളിക്കും. പക്ഷേ ബംഗ്ലാദേശ് അങ്ങനെയല്ല. ഹൈലി പോപ്പുലേറ്റഡ് ആണ്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ ബംഗ്ലാദേശ് ഇസ് വെരി ഹൈ. അവിടെ ചെന്ന് ഇൻഡിസ്ക്രിമിനേറ്റ് ബോംബിങ് നടക്കില്ല. അവിടെ സാധിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് സാമ്പത്തികമായ ഒരു ചെറിയ ഉപരോധം, 2 എന്ന് പറയുന്നത് അതിശക്തമായ സമ്മർദ്ദമാണ്, നയതന്ത്ര സമ്മർദ്ദമാണ്. ആ നയതന്ത്ര സമ്മർദ്ദത്തിന് വിലയുണ്ടാകണമെങ്കിൽ ലോകവ്യാപകമായി പ്രതിഷേധമുണ്ടാകണം. ബംഗ്ലാദേശിനോട് പറയാൻ കഴിയണം നമുക്ക് ഇത് നടക്കില്ല അതിനുള്ള കാര്യം. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ പോയിരുന്നു. പോയി ഔപചാരികമായ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ നൊബേൽ ലോറിയറ്റ് കൂടിയായ പ്രസിഡന്റ് മുഹമ്മദ് യൂനിസിൻ്റെ ചെവിയിൽ പറയാനുള്ള കാര്യം പറഞ്ഞിരിക്കാനാ സാധ്യത. ആ കാര്യം പുറമെ ഒരു പബ്ലിക് ഡിബേറ്റിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇതാണ് ഔപചാരിക നയതന്ത്രത്തിന്. അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഔപചാരിക നയതന്ത്രത്തിന് പുറമെ ചില കാര്യങ്ങളാണ്, ചില സൂചനകൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അവഗണിക്കാനാവാത്തൊരു കാര്യമാണ്. പക്ഷേ മുഹമ്മദ് യൂനിസ് ആണോ ബംഗ്ലാദേശിൽ ഫുൾ കമാൻഡ് എന്നത് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ഒരു പാവ നേതാവാണ്. മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് ഒരു പാവ ആണ്, പലരുടെയും ഒരു കളിപ്പാട്ടമായി പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുശേഷം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ആദർശ്, ഇതിൽ ഈ വിദേശകാര്യ സെക്രട്ടറിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളാണ്. ഇന്ത്യ ഈ ഹൈന്ദവ വേട്ട, ഹിന്ദു വേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജമായി വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു. ഇത് ഫേക്കാണ്, ഇത്തരത്തിലൊന്നും അവിടെ ബംഗ്ലാദേശിൽ നടക്കുന്നില്ല. ഇന്ത്യൻ മീഡിയ ഉയർത്തിവിടുന്ന വിവാദങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതായത് ബംഗ്ലാദേശിൻ്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, ഒരു പുറത്തു നിന്നുള്ള ഒരു രാജ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് ബംഗ്ലാദേശ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും യൂനിസിൻ്റെ വകയാകാൻ സാധ്യതയില്ല. യൂനിസിനെ നിയന്ത്രിക്കുന്ന വൻ ശക്തികൾ അവരുടെ വാക്കുകൾ കടമെടുത്തിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഇന്ത്യയോട് ഇങ്ങനെ ഭാരതത്തോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യത. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ചില
വാദഗതികളാണ് ഇതൊക്കെ? ബംഗ്ലാദേശ് ഇന്ന് വളർന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു വലിയൊരു മതരാഷ്ട്രമായി വളർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ നീരാളി പിടുത്തത്തിൽ നിന്ന് നമ്മുടെ ബോർഡർ ഏരിയാസിലെ ചില സ്ഥലങ്ങളിലേക്ക് അത് വളരാതിരിക്കാനുള്ള പ്രയത്നം കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ മീഡിയ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ സിറ്റുവേഷൻസ് കുറച്ച് ഭയാനകമാണ്, ഭീതിജനകമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഉപരോധം, ഈ സാമ്പത്തിക ഉപരോധം മാത്രമാണ് ഇതിനൊരു പോംവഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മള് വേറൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതിനേക്കാളും ഏറ്റവും നമുക്ക് സഹായപ്രദമാകുന്ന ഒരു സാമ്പത്തിക ഉപരോധം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും പാർലമെന്റിൽ കുറച്ചുനാൾ മുന്നേ ഒരുപക്ഷെ മീഡിയ അധികം ശ്രദ്ധിക്കാതെ പോയൊരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് ഈ പ്രക്ഷോഭമൊക്കെ ശക്തമായിരുന്ന സമയത്ത് ഒരുപാട് ഹൈന്ദവ ആരാധനാലയങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ആക്രമിച്ച സമയങ്ങളിൽ അദാനി ഗ്രൂപ്പിന് അവിടെ വളരെ പ്രധാനപ്പെട്ട കുറെ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട്. ആ മേഖലയിൽ പ്രധാനപ്പെട്ട പവർ, പോർട്ട് തുടങ്ങിയ മേഖലയിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അദാനി. ഇന്നും പാർലമെന്റിൽ അദാനി ഗ്രൂപ്പിനെതിരെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു, ഇന്നലെയും ഉണ്ടായിരുന്നു. തീർച്ചയായും സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അവരെ രാഷ്ട്രീയം കളിക്കട്ടെ. പക്ഷെ അദാനി ഗ്രൂപ്പ് ആ സെപ്റ്റംബർ മാസത്തില് ഒരു ചെറിയൊരു ബില്ല് കൊടുക്കുകയുണ്ടായി ഈ ബംഗ്ലാദേശ് രാഷ്ട്രത്തിന്. ഏകദേശം 1000 കോടിയോളം പവർ തിരിച്ചടയ്ക്കാനുള്ള നമ്മൾ കൊടുത്തിരുന്ന വൈദ്യുതി തിരിച്ചടയ്ക്കാനുള്ള ഒരു നോട്ടീസ് ബംഗ്ലാദേശിന് കൊടുക്കുകയുണ്ടായി. ആ സമയത്തിൽ, ആ ചെറിയൊരു സമയത്തിൽ അവിടുത്തെ ഈ പ്രക്ഷോഭങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ശമനം ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സാമ്പത്തിക ഉപരോധത്തിന്റെ ഒരു പ്രസക്തി വളരെ വലുതാണ്. ആ ഒരു ഇതിലൂടെ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായും നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചാനലിലൂടെയുള്ള ചർച്ചകളും അതുവഴി തന്നെ നടക്കണം. പക്ഷെ നമ്മൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.